മോർണിംഗ് പോകുന്നായിരുന്നോ? ഓ, അവന് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനൊരു ടാബ്ലറ്റ് കൊടുത്തേ ഉള്ളൂ. അത് പിന്നെ മോളുടെ ഉത്തരവാദിത്വം അല്ലേ? അല്ല, നിങ്ങള് രണ്ടുപേരും കൂടി കാലത്ത് കറങ്ങാൻ പോയതുകൊണ്ടാണല്ലോ അവന് അസുഖം വന്നത്. ഈ ഞങ്ങൾ കറങ്ങാനൊന്നും പോയതല്ല. അല്ല, അതെന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ എവിടെ പോയതാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. അഥവാ നിങ്ങൾ കറങ്ങാൻ പോയതാണെങ്കിലും ഏട്ടത്തി നിങ്ങളെ കുറ്റം പറയില്ല. നിങ്ങൾ അങ്ങനെ ജീവിച്ചവരല്ലേ. ഇപ്പൊ പിന്നെ എന്താ പുതുമ? അവന് കയ്യബദ്ധം പറ്റി ഒരു കല്യാണം കഴിച്ചു. അതത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓരോന്ന് സംഭവിച്ചു കഴിയുമ്പോഴല്ലേ അതിന്റെ വരുംവരായികൾ അറിയൂ. ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കുന്നതിനേക്കാൾ വേഗത്തിലാ ഡിവോഴ്സ് നടക്കുന്നത്. പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇപ്പൊ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞാലേ ആ നിമിഷം പുതിയ തലമുറ തീരുമാനം എടുക്കും. എന്താ ഏട്ടത്തി, എന്റെ ഏട്ടനെ കളയാൻ വല്ല തീരുമാനം ഉണ്ടോ? അയ്യോ, ഞാനതൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഏട്ടത്തി എന്തുദ്ദേശിച്ചാലും ഞാനൊരു കാര്യം പറയാം. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മാന്യനായൊരു മനുഷ്യനാണ് എന്റെ ദത്തേട്ടൻ. ഏട്ടത്തിയുടെ ഭാഗ്യം എന്റെ ദത്തേട്ടൻ. അയ്യോ, എന്റെ ലച്ചുമോളെ, നീ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കല്ലേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനി എന്ത് പറയാൻ, ഈ കേട്ടത് തന്നെ ധാരാളമാ. അയ്യോ, അല്ല ലച്ചുമോളെ, നീയില്ലാതെ എനിക്കെന്ത് ആകാശം പൂജ, നീയില്ലാതെ എനിക്കെന്ത് നിലാവും രാത്രി.
അതൊന്നും കുഴപ്പമില്ല. മുത്തശ്ശി ഉറങ്ങി. താൻ വാ. പോ പോ പോ. ആ ഉയ്യോ. പോ. ദേ, വരാൻ. അതെ, ഒന്ന് പോ പ്ലീസ്. ഞാൻ പോല കൂടെ വരാം. അങ്ങനെ ഞാൻ അങ്ങോട്ട് വരും. നിക്ക് നിക്ക്, ഞാൻ വരാം. എന്താ ചക്ക, എന്താ വേണ്ടത്? ഒന്ന് വേഗം പോവാൻ നോക്ക്. മുത്തശ്ശി ഇതുവരെ അറിഞ്ഞിട്ടില്ല. പിന്നെ മുത്തശ്ശിയല്ല കൂർക്കം വിളിച്ചുറങ്ങുക. ഉറങ്ങിയിട്ടൊന്നുമില്ല. താൻ വേഗം പോവാൻ നോക്ക്. കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല പൂജ. അതിലിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? താനില്ലാതെ ഞാൻ എങ്ങനെ ഉറങ്ങുന്നേ? തനിക്ക് ജലദോഷമായിട്ടല്ലേ? എനിക്ക് ജലദോഷമൊന്നുമില്ല. ദേ, പറഞ്ഞു തീർന്നില്ല. അതിനു മുന്നേ തുമ്മിയല്ലോ. അത് ഈ ജനലിന്റെ പൊടി കയറിട്ടാ. കണ്ട. എന്നാലും സമ്മതിച്ചു തരരുത് കേട്ടോ. എന്ത് സമ്മതിക്കാൻ? താൻ ഇറങ്ങി വരുന്നോ അതെ ജനൽ വഴി അകത്തോട്ട് വരുന്നോ? ജനാല വഴി അകത്തേക്ക് വരാൻ താനെന്താ സൂപ്പർമാനോ അതോ സ്പൈഡർമാനോ? അത് രണ്ടുമല്ല. ഞാൻ പൂജാമാൻ. എന്തോന്ന്? ഞാൻ പൂജയുടെ മാനാണെന്ന്. പൂജയുടെ പുരുഷൻ. തനിക്കിത് വല്ലാത്ത അസുഖം തന്നെയാ കേട്ടോ. മുത്തശ്ശി എങ്ങനെ കണ്ണ എന്ത് വിചാരിക്കും? ഓ, എന്ത് വിചാരിക്കണം? ഞാനും താനും തമ്മിൽ കടുത്ത പ്രണയമെന്ന് വിചാരിക്കും. അതൊരു അന്തസ്സല്ലേടൂ.